ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടിയാണ്. അതിനകത്ത് നമുക്ക് സർവീസ് വർക്കായിട്ടൊന്നുമില്ല. നമുക്ക് പറഞ്ഞേക്കണ കംപ്ലൈൻറ്റുകളൊന്നും ബ്രേക്ക് ചെക്കപ്പ്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ് ലൂസായി കിടക്കുന്നത്, ഓയിൽ റീപ്ലേസ്മെൻറ്റ്, ഇൻഡിക്കേറ്റർ ബൾബ്, മിറർ, ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ കേസ് നോക്കുമ്പോൾ ബ്രേക്ക് നമുക്ക് ഒട്ടും തന്നെ ബ്രേക്ക് ഇല്ല വണ്ടിക്ക്. ഒട്ടും ബ്രേക്ക് ഇല്ലാന്ന് വെച്ചാൽ തീരെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ബ്രേക്ക് ലൈനർ തീർന്നതാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് ബാക്കിലത്തെ മാറ്റേണ്ടതായിട്ട് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ, അതായത് ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ലൈനർ തീർന്നിട്ടുണ്ട്, മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. ഫ്രണ്ടിലത്തേയും തീർന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്കിലത്തേയും തീർന്നിട്ടുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ ബ്രേക്ക് കേബിളും ഔട്ടർ വലിഞ്ഞിരിക്കണേ. ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞാൽ 2 ബ്രേക്കിൻ്റെ കേബിൾ, ഒന്ന് ബാക്കിലേക്ക് വേണ്ടതും ഫ്രണ്ട് ബ്രേക്കിലേക്ക് കണക്റ്റും പോണ കൊമ്പി ബ്രേക്കിൻ്റെ ഒരു കേബിളും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെ ബാക്ക് വീലൊക്കെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് ഒരുപാട് പണിപ്പെട്ടു. കാരണം എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊന്നും വീൽ അഴിച്ചേക്കണമായിട്ടൊന്നും ഇല്ല. ഒരുപാട് പണിപ്പെട്ടതിന് ശേഷമാണ് തുരുമ്പൊട്ടൊക്കെ ഇരുന്നിട്ടേ അഴിഞ്ഞ് പോരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ്, ആ പോർഷനിൽ ഇടയ്ക്ക് ഒരല്പം ഗ്രീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഴിക്കാനൊക്കെ ഇടയ്ക്ക് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അഴിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അതിൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ബ്രേക്ക് ലൈനർ മാറണം, അതേപോലെ കേബിളും ചേഞ്ച് ചെയ്യണം. ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ലൈനർ മാറ്റാനും വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് അഴിച്ചേക്കണേ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം വേണം നമുക്കത് മാറ്റാനായിട്ട്. അപ്പോൾ നമുക്കതിൽ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം അഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലെ സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. അതിൻ്റെ നോക്കുമ്പോൾ അത് എത്രയും പ്ലേ ഉണ്ടോ, ഫുള്ള് പോയിട്ട് കിടന്നിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡായാലും ഫുള്ള് ഡാമേജാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ അഴിക്കണ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബുഷ് സെറ്റും കൂടി മാറ്റിയിട്ട് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. തന്നെയുള്ള എൻ്റെ ഫ്രണ്ട് ടയർ ഈ സൈഡൊക്കെ റൈറ്റ് സൈഡ് നല്ല രീതിയിൽ തേയ്മാനം വന്നുണ്ട്. ഒന്നാമത് നമുക്ക് ടയർ തേയ്മാനം റൈറ്റ് സൈഡിൽ ഉണ്ടാവും, ആക്റ്റീവയ്ക്ക് ഉണ്ടാവും. പക്ഷേ ഇതേപോലെ ബുഷും കൂടി വന്ന് കംപ്ലൈൻ്റ് ആണെങ്കിൽ കംപ്ലൈൻറ്റ്സിൻ്റെ തീവ്രത കൂടുതലായിരിക്കും. അപ്പോൾ നിലവിൽ ഈ അഴിച്ച കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ആ പാർട്സിൻ്റെ എമൗണ്ടാണ് വരുള്ളൂ. നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ബുഷ് സെറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറഞ്ഞാൽ അതായത് ബാക്ക് ബ്രേക്ക്, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കേബിൾ ബാക്കിലേക്ക് പോകുന്നുണ്ട്, ഒരു കേബിൾ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ആ കേബിളുകളാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടോ. റൈറ്റ് സൈഡിലെ ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഡയറക്റ്റ് വന്നതിൻ്റെ കേബിളിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്കിൻ്റെ കേബിളുകളാണ് പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്. പിന്നെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽഫിൻ്റെ നമുക്കൊരു ചെറിയ ലൂസ് കോൺടാക്റ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ സ്വിച്ചിനും ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. പിന്നെ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നമ്മൾ നടത്തി വിടുന്നുണ്ട് കേട്ടോ. കാരണം കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ ഇവിടെ കാണിക്കും. ഇപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ സെൽഫ് കാര്യങ്ങൾ ഒന്നും വർക്ക് ചെയ്യണുണ്ട്. പക്ഷേ കൂടുതലായിട്ട് സെൽഫിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി അഴിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലാണ്. കാരണം ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റാണ് കാണിക്കണത്. ചിലപ്പോൾ അത് കുറച്ച് നാൾ ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കംപ്ലൈൻറ്റും വന്നേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ വലിഞ്ഞ് നിൽക്കണം കേട്ടോ. അതൊന്നും നമുക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാനത് കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തു എന്നുള്ളൂ. പിന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പും അതേപോലെ തന്നെ ആവശ്യമാണെങ്കിൽ മാറ്റാനാണ് പറഞ്ഞേക്കണേ. നോക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ കളറ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ എന്തെങ്കിലും കൈയോടെ മാറ്റി കളഞ്ഞേക്കാം. ഓയിൽ ചേഞ്ചൊക്കെ ശരിക്കും 3000 കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് പോകേണ്ടത് കേട്ടോ. ഓരോ 3000 കിലോമീറ്ററിലും ഓയിൽ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പെർഫോമൻസ് എഞ്ചിന് കിട്ടുള്ളൂ. എഞ്ചിൻ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് ബൾബിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഈ ഒരു സ്വിച്ച് ലൂസ് കോൺടാക്റ്റാണ് കാണിച്ചേക്കുന്നത്. ഇത്ര കേസാണ് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട പാർട്സുകളുടെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നമുക്ക് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഈ ബ്രേക്ക് ലൈനറുകൾ ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഈ ബുഷ് സെറ്റ് കംപ്ലൈൻ്റ് ആയി കിടക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വന്ന കോമ്പി ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലേക്ക് പോകണ ബ്രേക്കിൻ്റെ കേബിളും നമുക്ക് ചേഞ്ച് ചെയ്യണം. അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു സ്വിച്ച് മാറ്റിയിടാണ്ട് ഒരു ബൾബ് മാറ്റാനുണ്ട്. ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്, പക്ഷേ നമ്മളതൊന്നും ഇപ്പോൾ ഞാൻ നിലവിൽ ചെയ്യണില്ല. സ്വിച്ചിൻ്റെ ലൂസ് കോൺടാക്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെയുള്ളത് നമുക്ക് എഞ്ചിൻ ഓയിലാണ്. ഇത്രയും കേസും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അത് നോക്കി വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ഇതിനകത്തൊന്നും പെടുത്തണമൊന്നുമില്ല, കാരണം ഓൾറെഡി കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി ആക്സിലേറ്റർ കേബിൾ ടൈറ്റായ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടി പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.